അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും നാളത്തെ പ്രമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്രുതി അങ്ങനെ അശ്വിൻ്റെ ആ നന്യ പേഴ്സത്തെ സാധനങ്ങളൊക്കെ ഒരു ടേബിളിൽ പൈസയും പേഴ്സും പിന്നെ അതിൻ്റെ ഒരു ചാവിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു ടേബിളിൻ്റെ മേലിൽ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് അവൾ അങ്ങോട്ട് പോയിട്ട് ഈ തക്കം നോക്കിയിട്ട് എന്താണ് ശ്യാം വന്നു. ശ്യാമിൻ്റെ അതിലൊരു സോപ്പുണ്ട്. ശ്യാം എന്ത് ചെയ്തു, വേഗം ആരും കാണാതെ വന്നിട്ട് ആ സോപ്പിൽ ആ ചാവി വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ചാവീൻ്റെ കോപ്പി ആ സോപ്പിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യാണ്. അങ്ങനെ എന്നിട്ട് ആ സോപ്പും പിടിച്ചിട്ട് ശ്യാം ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, ശ്രുതി, കുമാരി, ലക്ഷ്മി, അശ്വിൻ, സായി, റമിനി, നിങ്ങളുടെ ചാവിയൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ സോപ്പ് വെച്ചിട്ട് തന്നെ ഈ ചാവി താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഞാനത് തുറക്കും എന്നൊക്കെ പറയുകയാണ്. മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം നമ്മുടെ ബാർബിയാണെന്ന് വെച്ചാൽ അവിടെ ഓരോ കളികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രീതി വന്നിട്ട് അവളുടെ കളികളിൽ കൂട്ടുകൂടി കളിയിൽ ഏർപ്പെട്ടപ്പം പ്രീതി വന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ടാണ് നീച്ചു പോയിട്ടോ. അപ്പോൾ അഞ്ജലി ചേച്ചിയോട് പ്രീതി പറയുകയാണ്, ചേച്ചി എന്താ അവൾ ദേഷ്യപ്പെട്ട് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അവളുടെ അച്ഛനും അമ്മേനെ ഓർമ്മ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ എന്ന് പറയുകയാണ്. 4 വയസ്സുള്ളപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനും അമ്മേനെ നഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അവൾക്ക് അച്ഛനും അമ്മേനെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, അയ്യോ ചേച്ചി എനിക്ക് അത് അറിയില്ലായിരുന്നല്ലോ, സോറി എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മനോരമ പ്രീതിയോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അശ്വിൻ ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി വന്നിട്ട് അശ്വിൻ്റെ കൈ പിടിച്ച് ചുംബിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു.